അടുത്തൊന്നും വലിയ തോതിൽ വനപ്രദേശമില്ല. അത്തരമൊരു സ്ഥലത്താണ് ഇതിൽ വന്യജീവിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പിന്നീട് CCTV ദൃശ്യങ്ങളിലാണ് ഇത് പുലിയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് തന്നെ വലിയ ആശങ്കയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഒരു നാട്ടുകാർക്ക് തന്നെ നമ്മുടെ കൂടെയുണ്ട്. എന്താണ് ഇപ്പോൾ ജനങ്ങൾ നിലവിലൊരു സ്ഥിതി? എന്താണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ വിഷയം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. അതിൽ 100% പുലിയാണ് എന്നുള്ള നിഗമനത്തിലാണ് നാട്ടുകാരും ഉദ്യോഗസ്ഥർക്കുള്ള ആളുകൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ 7 ആടുകളെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനവാസ കേന്ദ്രങ്ങളിൽ ഈ പുലി ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഫോറസ്റ്റ് ഏരിയ അല്ല, ഇത്തരത്തിലുള്ള ഒരു നാടാണ്. ഈ നാട്ടിൽ ഈ പുലി ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം രാവിലെ സുബഹിക്കൊക്കെ വന്നിട്ട് ആളുകൾ, ടാപ്പിംഗ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകളൊക്കെ രാത്രികാലം ജോലി ചെയ്യുന്ന ആളുകൾ, കാലത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് രീതിയിലാണ്. അതുപോലെ തന്നെ കാലത്ത് സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന കുട്ടികൾ ഒരുപാട് വലിയ പ്രയാസമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ജനവാസ മേഖലയാണ്. ഒരുപാട് വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, അത്രയും നൂറുകണക്കിന് വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് പുലി വന്ന് 7 ആടുകളെ കൊന്നത്. അതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വരുന്നുകൊണ്ടിരുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. ഈ കൂടടക്കമുള്ള സ്ഥാപിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ പുലിയെ പിടിക്കാനുള്ള സംവിധാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള പ്രദേശമാണെങ്കിൽ ഈ 2 വീടുകൾക്ക് ഇടയിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭയപ്പാടിലേക്ക് തള്ളുവരും. പൊതുവെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേപോലെ ഒരാൾ ടാപ്പിങ്ങിന് പുലർച്ചെ പോകുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു പുലിനെ കണ്ടിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്താ വെച്ചാൽ ജനങ്ങൾ ആരും അങ്ങനെ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ ആരും തയ്യാറാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങളിപ്പോൾ എന്താ വെച്ചാൽ ഇതിന് മുമ്പും ഇങ്ങനെ പൊതുവെ എല്ലാവരും പറയുന്നത് കേട്ടും. ഇപ്പോൾ എന്താ വെച്ചാൽ CCTV വ്യക്തമാണല്ലോ. അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ആശങ്കയിലാണ്. എന്തെങ്കിലും ഇതിനൊരു നടപടി പെട്ടെന്ന് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇവിടുന്ന് അതിനൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ കൂടടക്കമുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗത്തിലാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൂടടക്കമുള്ള കാര്യങ്ങൾ വേണം. 1-2 കൂട്ടുകൾ സ്ഥാപിക്കണം. DFO ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. DFO പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് ഇന്ന് തന്നെ എന്താ, കാരണം പുലി വീണ്ടും ഇന്ന് തന്നെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പുലി വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇങ്ങനെ കടിച്ച് കിടക്കുമ്പോൾ അവർ വന്ന് ഭക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പോൾ ഫോറസ്റ്റിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കൂട് സ്ഥാപിച്ച് അവരെ പിടിക്കാനുള്ള സമയം ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്കറിയാം, നാട്ടുകാരായ ആളുകൾ, കുറേ ആളുകൾ ഒഴിഞ്ഞ പ്രദേശം എന്നുള്ള നിലയ്ക്ക്, നല്ല റോഡ് നല്ല നിലയ്ക്ക് രാവിലെ നടക്കാനുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിലെ ജനങ്ങൾ മൊത്തം നിൽക്കുന്നത്. അതിനൊരു പരിഹാരം ബന്ധപ്പെട്ടവരുണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മൊത്തം. ഈ 7 ആടുകളല്ലേ ഇപ്പോൾ ഒരേ സമയം ഇവിടെ നഷ്ടമായിരിക്കുന്നത്? 7 ആടുകൾ നഷ്ടമായിട്ടുണ്ട്. അതിലുപരി ഇനി ഈ ഫാമിൽ കാണുന്നുണ്ട്, അതിനൊരു സുരക്ഷയില്ല. അതുപോലെ ഈ കരീം എന്ന വ്യക്തിക്ക് കുട്ടികളോ അങ്ങനത്തെ വേറെ ഒരു സഹായമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ നഷ്ടപരിഹാരത്തിൻ്റെ എന്തെങ്കിലും പരമാവധി എത്രത്തോളം കിട്ടാൻ പറ്റും അത്രത്തോളം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഈ ഒരു ആപത്ത് ഇപ്പോൾ സംഭവിച്ചാൽ അത് സംഭവിച്ചു പോയി, അതിൻ്റെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കണമെന്നാണ് ഒരു അഭ്യർത്ഥനയുള്ളത്. എന്തായാലും ഈ മഞ്ചേരി നഗരത്തോട് ചേർന്നുള്ള പഞ്ചായത്ത്, നഗരസഭ കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു പഞ്ചായത്ത് കൂടിയാണ് ഈ തൃക്കിനങ്ങോട് പഞ്ചായത്ത്. അത്തരമൊരു പഞ്ചായത്തിൽ ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഇത്തരത്തിലൊരു വന്യമൃഗത്തിൻ്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് പുലിയെന്ന നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത്തരമൊരു സാന്നിധ്യം എത്തുമ്പോൾ വലിയ ആശങ്കയിലേക്കാണ്, ഭീതിയിലേക്കാണ് ജനങ്ങളെ തള്ളിയിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ കാര്യങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെ വലിയ ആശങ്കയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അടിയന്തരമായ നടപടികൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരും മുന്നിട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തോടൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.